റിയൽ ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഒരു സെഷൻ കൊണ്ടോ ഏതാനും സെഷൻ കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. അതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിന് ആദ്യം സമയം വേണം, കൺസിസ്റ്റൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, സിസ്റ്റമാറ്റിക് പ്രോസസ്സും വേണം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കാനായിട്ട് ഷോർട്ട് ടൈം പ്രോഗ്രാമിനേക്കാളും കൂടുതലായിട്ട് ലോങ് ടൈം, അതായത് 6 മാസത്തെ മെൻറ്ററിങ് പ്രോഗ്രാം സജസ്റ്റ് ചെയ്യുന്നത്. അതായിരിക്കും കൂടുതൽ വർക്കൗട്ട് ആവുന്നത്. പലരും ഒരു കോച്ചിങ് സെഷൻ കഴിയുമ്പോൾ വളരെ ഇൻസ്പയർഡ് ആകാറുണ്ട്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രതീക്ഷ കിട്ടാറുണ്ട്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം മാറുന്നത് ഇൻസ്പിറേഷനിൽ നിന്നല്ല, ട്രാൻസ്ഫോർമേഷനിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പല മേഖലകളിലും മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ തിങ്കിങ് പാറ്റേൺ, എമോഷണൽ പാറ്റേൺ, ബിഹേവിയേഴ്സ്, ഐഡൻറ്റിറ്റിയിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ നെർവ് സിസ്റ്റം റെഗുലേഷൻ, ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇത് വളരെ വർഷങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇവിടെ മാറ്റം വരുത്താനായിട്ട് സമയം ആവശ്യമാണ്, അതേപോലെ ലോങ് ടൈം പ്രോസസ്സും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു സ്ഥിരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷന് നമ്മൾ ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തി വർഷങ്ങളായി ക്യാരി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്, എമോഷണൽ വൂണ്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ്, ഫിയർ പാറ്റേൺസ്, സെൽഫ് വർത്ത് ഇഷ്യൂസ്, റിജക്ഷൻ, ഫിയർ, ഗിൽറ്റ്, ഷെയിം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം 1-2 സെഷൻ കൊണ്ട് നമുക്ക് ശരിയാക്കാൻ സാധിക്കില്ല. ആക്ച്വലി ആദ്യത്തെ കുറച്ച് സെഷനിൽ കൂടി ക്ലയൻറ്റിന് വളരെ ഒരു റിലീഫ് കിട്ടുന്നു. അത് കഴിയുമ്പോൾ ക്ലയൻറ്റ് വിചാരിക്കും, നല്ല ആശ്വാസമായി, എല്ലാം ശരിയായി, എനിക്ക് മാനേജ് ചെയ്യാമെന്നുള്ളത്. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ഏതാനും മാസങ്ങൾ കഴിയുമ്പം ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം റൂട്ട് പാറ്റേൺസ് അതുപോലെ ഉള്ളിൽ കിടക്കുകയാണ്. അതിനൊരു ഹീലിങ്ങും പ്രോപ്പറായ റിലീസിങ്ങും ആവശ്യമാണ്. അത് നടക്കാത്തിടത്തോളം കാലം കുറച്ച് സമയം കഴിയുമ്പോൾ, ആഫ്റ്റർ ഫ്യൂ മന്ത്സ്, മേ ബി ഒരു 6 മന്തിനോടിടയ്ക്ക് ഈ പോയ ശീലങ്ങളും രീതികളും പ്രശ്നങ്ങളും എല്ലാം പഴയ രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ലോങ് ടേം കോച്ചിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് സജസ്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥ ട്രാൻസ്ഫോർമേഷന് 3 ഘട്ടങ്ങൾ ആവശ്യമാണ്. ആദ്യത്തേത് അവയർനെസ്, പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം തിരിച്ചറിയുകയാണത്. രണ്ടാമത് ഹീലിംഗ്, എമോഷണൽ വൂണ്ടിൻ്റെയും ലിമിറ്റിംഗ് ബിലീഫിൻ്റെയും നെർവ് സിസ്റ്റം ഡിസ്റെഗുലേഷൻ്റെയും ഒക്കെ മാറ്റിയെടുക്കുക എന്ന ഘട്ടം. മൂന്നാമത്തേത് ഇൻ്റഗ്രേഷൻ, പുതിയ ഐഡൻറ്റിറ്റി, പുതിയ ബിഹേവിയർ, പുതിയ ഹാബിറ്റ്, പുതിയ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ മാറ്റിയെടുക്കുക, ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മൂന്നാമത്തെ ഘട്ടം. ഇത് 3ഉം നടക്കുമ്പോഴാണ് ശരിക്കുമുള്ള ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ലോങ് ടൈം മെൻറ്ററിങ്ങിൽ ഒരു ക്ലയൻറ്റിന് ലഭിക്കുന്നത് ലൈഫ് കോച്ചിങ് മാത്രമല്ല, അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ്, കൺസിസ്റ്റൻ്റ് അക്കൗണ്ടബിലിറ്റി, പേഴ്സണൽ ഫീഡ്ബാക്ക്, എമോഷണൽ സപ്പോർട്ട്, ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ, ഹാബിറ്റ് ബിൽഡിംഗ്, ലൈഫ് സ്റ്റൈൽ ഇൻ്റഗ്രേഷൻ, റെഗുലർ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ അവരൊരു പ്രശ്നത്തിൽ നിന്ന് താൽക്കാലികമായി മാത്രം പുറത്തു വരികയല്ല ചെയ്യുന്നത്, അവരൊരു പുതിയ ജീവിത രീതിയിലേക്ക് വളരുകയാണ്. എൻ്റെ ലക്ഷ്യം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് 6 മന്ത് സിസ്റ്റമാറ്റിക് മെൻറ്ററിങ് പ്രോഗ്രാമിൽ ഞാൻ വിശ്വസിക്കുന്നത്. റിയൽ ട്രാൻസ്ഫോർമേഷൻ ടേക്സ് ടൈം, ഇറ്റ് റിക്വയർസ് അക്കൗണ്ടബിലിറ്റി, കൺസിസ്റ്റൻസി, ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ത്രൂ സിസ്റ്റമാറ്റിക് പ്രോസസ് ആൻഡ് പ്രോഗ്രാം. ഒരു സെഷൻ ആളുകളുടെ മനസ്സിനെ സ്പർശിച്ചേക്കാം, പക്ഷേ സ്ട്രക്ചേർഡ് പ്രോഗ്രാം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നു.